മറിയം എന്ന പെണ്ണാട് അനസ് മാളയുടെ ഒരു 13 ചെറുകഥകളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇതിൽ ഏറ്റവും അവസാനത്തെ കഥയായിട്ടുള്ള ഉമ്മി മക്തൂം, ആ കഥ വായിച്ചപ്പോഴാണ് ഈ പുസ്തകത്തെക്കുറിച്ച് എന്തെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നിയത്. 13 കഥകളുണ്ട്. ഓരോ കഥകളും ജീവിതഗന്ധിയാണ്. ഇതിന്റെ പ്രസാധകൻ ഹരിതം ബുക്സിന്റെ പ്രതാപൻ തായാട്ട് ഒരു സംഗതി പറയുന്നത്, മലയാള ചെറുകഥ ഒരു കാലത്ത് ഇടക്കാലത്ത് ക്ഷയിച്ചു പോയിരുന്നു, അതിനൊരു ജീവൻ വന്നത് പിന്നെ സന്തോഷ് രചിക്കാനത്തിന്റെ ചില കഥകളിലൂടെയാണ്. അങ്ങനെ ക്ഷയിച്ചു പോകാനുണ്ടായ കാരണം കഥയും മനുഷ്യ ജീവിതവുമായിട്ടുള്ള ഒരു ബന്ധം നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിലായിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഓരോ ജീവനുകളാണ് ഈ ഓരോ കഥയിലും ഉള്ളത്. അന്നലേക്ക് പ്രതാപന്റെ ആ ഒരു കാഴ്ചപ്പാടിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ഈ ഓരോ കഥകളും. കഥകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ, ഗർത്തം അതിൽ ആദ്യത്തെ ഒരു കഥ മരണത്തോട് മല്ലിടുന്ന ഒരാളുടെ, അല്ലെങ്കിൽ മരണത്തെ മുഖാമുഖം കാണുന്ന ഒരാളുടെ ഒരു ആത്മഭാഷണം പോലെയുള്ള ഒരു സംഗതിയാണ് പറയുന്നത്. അതിന്റെ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ കഥയിൽ പറയുന്നുണ്ട്. പാമ്പ് കടി ഏറ്റുമരിക്കുന്ന ഒരാളുടെ ഒരു അവസ്ഥ വിവരിക്കുന്ന ഒരു സംഗതിയാണ് ഗർത്തം. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ കഥയിൽ വരുന്നത് ഇരുട്ട് തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ കാലത്തോട് സംവദിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അത് കുടുംബത്തിൽ തന്നെ സ്വന്തം പിതാവിനാൽ തന്നെ പ്രയാസം അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ പറയുന്ന ഒരു ഹൃദയസ്പൃക്കായ ഒരു കഥ തന്നെയാണ്. കഥ വായിച്ച് നമ്മൾ അവസാനം എത്തുമ്പോൾ ആലോചിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ കുടുംബത്തിലൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് നമ്മൾ പേടിപ്പെട്ടു പോകുന്ന ഒരു സംഗതിയാണ് പറയുന്നത്. സൈറ പ്രണയം എന്നുള്ളത് എന്താ പറയാ, സ്വാർത്ഥതയുടെ ഒരു അവസ്ഥയാണ്. ഒരു അർത്ഥത്തിൽ അങ്ങനെ പറയാറുണ്ട്. പ്രണയം എന്ന് പറഞ്ഞാൽ അത് മഹത്തരമാണ്, മഹോന്നതമാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും മിക്കവാറും പ്രണയങ്ങളൊക്കെ തന്നെ ഒരുതരം സ്വാർത്ഥതയാണ്. എനിക്ക് കിട്ടണം, എന്റെ സ്വന്തം ആകണം എന്ന ഒരു സംഗതിയാണ് പ്രണയത്തിന്റെ ഒരു ബേസ് എന്ന് തോന്നാറുണ്ട്. അസ്തമിക്കാത്ത കാർമേഘം, ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുകയാണ്. കേരളത്തിൽ മൊത്തം മഴക്കെടുതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. പല ആളുകളും തന്നെ ആശ്വാസ കേന്ദ്രങ്ങളിൽ, തൽക്കാലം സംവിധാനങ്ങളിലൊക്കെ കൂടുകയാണ്. വീടുകളൊക്കെ ഒരുപാട് വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇതിൽ പറയുന്നത്. വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന വീട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു കുടുംബം, ആ കുടുംബം എത്തിപ്പെടുന്നത് ആ കുടുംബനാഥൻ തൻ്റെ മാതാവിനെ കൊണ്ട് ചെന്ന് ആക്കിയിട്ടുള്ള വൃദ്ധസദനത്തിലാണ്. അവിടെ മാതാവുമായിട്ട് നേർക്കുനേരെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരുമ്പം അവിടുന്ന് മടങ്ങിപ്പോകുന്ന ഒരു സംഗതി, അതും വളരെ മനോഹരം എന്ന് ഈ സംഗതിയെ പറയാൻ പറ്റുമെന്നറിയില്ല. അബൂക്ക എന്ന കഥ, അതും ഈ പറഞ്ഞ മാതിരി തന്നെ ശരിക്കും മനുഷ്യ ജീവിതങ്ങൾ ഉള്ള ചതിയും വഞ്ചനയും ഒക്കെ ഒളിച്ചേർന്നിട്ടുള്ള ഒരു കഥയാണ്. പ്രവാസിയായ അബൂക്ക വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു പഴങ്ങൾ വിൽക്കുന്ന ഒരു കച്ചവട സ്ഥാപനമുണ്ട്. അവിടേക്ക് ഒരു സഹായിയായിട്ട് യാദൃശികമായിട്ട് ചേരുകയാണ് ഹാരിസിന്റെ ജീവിതത്തിലും ഹാരിസിന്റെ പെരുമാറ്റത്തിലൊക്കെ ആകൃഷ്ടനായ അബൂക്ക ഹാരിസ് നാട്ടിലേക്ക് പോകുമ്പോൾ തന്റെ മക്കളെ കുറിച്ച് പറയാണ്. ഒരു മകളെ ഹാരിസിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലോ എന്ന് അബൂക്ക ആഗ്രഹിക്കുന്നു. ഇത് ഹാരിസിനോട് തുറന്നു പറയുന്നു. അങ്ങനെ അഡ്രസ്സും വിവരങ്ങളൊക്കെ കൊടുക്കുന്നു. ഹാരിസ് അവിടെ പോകുന്നു. പിന്നെ ഹാരിസ് തിരിച്ചു വരുന്നു. പിന്നീട് ഹാരിസ് തിരിച്ചു വന്നപ്പോഴാണ് ഹാരിസിന്റെ വഞ്ചനയും, അതുകൊണ്ട് പിന്നെ അബൂക്കയുടെ കുടുംബം തന്നെ, ഭാര്യയും മക്കളും ഒക്കെ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സംഗതി പിന്നെ അബൂക്ക മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ദുരന്തത്തിന്റെ കഥ പറയുന്നതാണ് അബൂക്ക എന്നുള്ളത്. കണ്ടങ്കോരൻ എന്ന കഥ. കണ്ടങ്കോരൻ ആ നാട്ടില് അപകട മരണങ്ങൾ ഉണ്ടായാലും, ഒരാൾ കിണറ്റിൽ വീണ് മരിച്ചു പോയാൽ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്താൽ, പുഴയിൽ മുങ്ങി മരിച്ചാൽ, ഇതിനൊക്കെ ഈ ബോഡിയൊക്കെ അവിടുന്ന് കിണറ്റുന്നായാലും ഇനി പുഴയെന്നായാലും ഒക്കെ മുങ്ങി എടുക്കാനും ഒക്കെ പോലീസിനെ സഹായിക്കുന്ന ഒക്കെ ആളാണ്. അദ്ദേഹത്തിന് പ്രത്യേകം എന്ന് വെച്ചാൽ, ഇപ്പൊ കിണറ്റിൽ വീണൊക്കെ ആണെങ്കിൽ ആ ബോഡി ഇറങ്ങി എടുക്കാൻ അദ്ദേഹത്തിന് സഹായികളൊന്നും പാടില്ല എന്നുള്ളതാണ്. സഹായി വേണ്ടെന്നല്ല, അദ്ദേഹത്തെ ആരും സഹായിക്കാൻ പാടില്ല. അദ്ദേഹം തന്നെ ഇറങ്ങിയിട്ട് വേണം ആ ബോഡിയൊക്കെ എടുക്കാൻ. ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് കണ്ടങ്കോരൻ. അങ്ങനെയാണ് നാട്ടിലൊരു മരണം സംഭവിക്കുകയാണെങ്കിൽ കിണറ്റിലൊരു ബോഡി കാണുന്നുണ്ട്, ആളുകൾ അന്വേഷിക്കുകയാണ് കണ്ടങ്കോരനെ. പക്ഷെ അവസാനം അന്വേഷിച്ചെത്തുന്നത് ഈ വീണ് കിടക്കുന്ന, അഥവാ ഈ മരിച്ചു കിടക്കുന്ന കിണറ്റിലുള്ള ശവം അത് കണ്ടങ്കോരൻ്റെതാണ് എന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. വത്സല എന്ന കഥ. വത്സല കണ്ടങ്കോരന്റെ മറ്റൊരു പതിപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കണ്ടങ്കോരൻ കിണറ്റിൽ വീണ് മരിക്കുകയാണ്, വത്സലയും കിണറ്റിൽ തന്നെ വീണാണ് മരിക്കുന്നത്. പക്ഷെ വത്സല അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കുന്ന, നമ്മുടെ പരിസരത്തൊക്കെ ജീവിക്കുന്ന കഥാപാത്രം തന്നെ ആണ് എന്ന് പറയാം. സ്വന്തക്കാരോ ബന്ധക്കാരോ എന്ന് പറയാൻ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല. അങ്ങനെ നിരന്തരം എപ്പോഴും വത്സലക്ക് ജോലി ചെയ്യണം, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. വെറുതെ നിൽക്കാൻ വത്സലക്ക് പറ്റൂല.
അങ്ങനെയുള്ള വത്സല ഒരിക്കൽ അച്ഛനെ വൈകുന്നേരമായപ്പോൾ അച്ഛനെ കാണാതായപ്പം അച്ഛനെ തെരഞ്ഞിറങ്ങുകയാണ്. പക്ഷേ അച്ഛൻ വീട്ടിലെത്തിയപ്പോഴും വത്സല തിരിച്ചു വീട്ടിലെത്തുന്നില്ല. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് വത്സല ഒരു കിണറ്റിൽ വീണ് മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നത്. മറിയം എന്ന പെണ്ണാട് ഈ ഇതിന്റെ പുസ്തകത്തിന്റെ പേര് അതാണ്, മറിയം എന്ന പെണ്ണാട്. ആ കഥ ശരിക്കും ഒരു പ്രവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്ന കഥയാണ്. അഥവാ പിന്നെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട്, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് പ്രവാസ ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീ, കുടുംബത്തിന്റെ അങ്ങേയറ്റം പ്രയാസങ്ങളൊക്കെ ആയപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരാൾ വിളിച്ചപ്പോൾ അങ്ങനെ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഗൾഫിലേക്ക് പോകണം. അവിടുന്ന് അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്ന മറിയം എന്ന പെണ്ണാട്. പാസ്പോർട്ട് എന്ന മറ്റൊരു കഥ. കുഞ്ഞോന് പിന്നെ പെട്ടെന്ന് നെഞ്ചുവേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്. അവിടെ അത് പറയാൻ വേണ്ടി ആലി ഓടി വരുന്നുണ്ട്. ആലി ഓടി വരുമ്പം അവിടെ ഉള്ളത് മായിനാണ്. മായനോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ആലിയുടെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കണം. അവിടെ അദ്ദേഹത്തിന്റെ ഇക്കാമയോ പിന്നെ കടലാസൊക്കെ തിരയാണ്, അത് എവിടെയായിരിക്കും എന്നുള്ളത്. അങ്ങനെ അത് തിരയുമ്പോൾ ആലിക്ക് യാദൃശികമായിട്ട് ഇന്നൊരു കവർ കിട്ടുകയാണ്. അത് പതുക്കെ ഒളിച്ചു വെക്കുകയാണ് പിന്നെ മായൻ ചോദിക്കുന്നത് എന്താണ്, അപ്പൊ സാരല്ല ഒന്നുള്ള പറഞ്ഞ് മാറ്റി വെക്കുന്നു. പക്ഷേ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ മായിന്റെ പാസ്പോർട്ട് കുഞ്ഞോന് കുറെ മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ മായൻ എന്തോ ജോലി ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുഞ്ഞോന് അതൊന്നും ചെയ്യാതെ വീണ്ടും ഈ മായിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയായിരുന്നു. അങ്ങനെ ഇപ്പതാ കുഞ്ഞോന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അവിടെ ഈ കുഞ്ഞോനെ നോക്കാൻ വേണ്ടി പോകേണ്ടത് ഈ മായിനാണ്. മായിന് വേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഏകദേശം സുഖമായി വന്നു എന്നൊരു ഘട്ടത്തിൽ മായൻ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഈ കുഞ്ഞോൻ മരിച്ചു പോകുന്നത്. അതിനുശേഷമാണ് മായനോട് ആലി പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ സംഗതി ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ എന്നോടൊരു മാപ്പ് ചോദിച്ചിട്ടുണ്ട്, ക്ഷമ ചോദിച്ചിട്ടുണ്ട്, ക്ഷമിക്കണം എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ചെക്ക് പെട്ടികള് ഗൾഫുകാർ ഇത് ഒരുപക്ഷെ ഇപ്പോഴത്തെ ഗൾഫുകാർക്ക് ഒരുപക്ഷെ അത് എത്രത്തോളം ദഹിക്കുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്കും ഒരുപക്ഷെ ഗൾഫുകാരുടെ മക്കൾക്കൊന്നും ഒരുപക്ഷെ ഈ ഒരു കഥ എത്രത്തോളം ദഹിക്കും അറിയില്ല. ഇത് 70കളിലോ അല്ലെങ്കിൽ 80കൾക്ക് ഇങ്ങോട്ടൊക്കെയുള്ള ഒരു സംഗതിയൊക്കെ ആയിരിക്കണം. പക്ഷെ അന്ന് ഗൾഫിൽ നിന്ന് ഒരാൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വീട്ടിലൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ, വലിയ പെട്ടി കൊണ്ടുവരുന്നു, ആ പെട്ടിയിൽ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാവർക്കും ഇങ്ങനെ വിഹിതം വെച്ച് കൊടുക്കുകയും അവസാനം സ്വന്തം വീട്ടുകാർക്കൊന്നും കൊടുക്കാനില്ലാത്ത രീതിയിൽ ആ ഗൾഫുകാരെ പെട്ടുപോകുന്ന, മക്കൾക്കൊന്നും കൊടുക്കാനില്ലാതായി പോകുന്ന ഒരവസ്ഥ ഒക്കെ പറയുന്ന ഒരു കഥയാണ് ചെക്ക് പെട്ടികൾ. ഓൻ വയനാട്ടുകാരന എന്ന പേരുള്ള കഥയുണ്ട്. ഇത് ഒരു കാതിർക്കയുടെ കഥയാണ്. കാതിർക്ക ഗൾഫിൽ ജീവിക്കുകയാണ്. ഗൾഫിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ ഇങ്ങനെ ജീവിക്കുന്നതിനിടയ്ക്ക് ഒരുവിധം രക്ഷ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹം നേരത്തെ ഉണ്ട്. അങ്ങനെ എന്ത് ചെയ്യും നാട്ടിൽ നിന്ന് ആലോചിച്ചപ്പോഴാണ് ആരോ ഒരാൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ബസ് വാങ്ങാം. അങ്ങനെ കാതിർക്ക ഒരു ബസ് വാങ്ങുന്നു. ആ ഒരു ബസ് 2ആയി 3ആയി കുഴപ്പമില്ലാത്ത കളക്ഷനൊക്കെ ആയി വരുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഉമ്മ മരിക്കുന്നത്. ഉമ്മ മരിച്ച് ഉമ്മയെ കാണാൻ വേണ്ടി വന്ന സമയത്ത് അദ്ദേഹം പിന്നെ ഭാര്യയോട് പറയണം, ഞാൻ ഇവിടെ നിൽക്കട്ടെ, ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ പറയുന്നു, അങ്ങനെയല്ല, ഈ ബസ്സിന്റെ കളക്ഷനൊക്കെ ഒന്നും കൂടെ ഒന്ന് സെറ്റ് ആവട്ടെ, നിങ്ങൾ ഒന്നും കൂടെ എങ്ങനെയെങ്കിലും കുറച്ചും കൂടി ഒന്ന് അവിടെ പോയി നിൽക്ക് എന്ന് പറഞ്ഞ് ഭാര്യ തിരിച്ച് പിന്നെ വീണ്ടും ഗൾഫിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ ഗൾഫിൽ വന്ന് പിന്നീട് കുറച്ചു കാലത്തിന് ശേഷം അദ്ദേഹം ഒരുവിധം സമാധാനമായ അവസ്ഥയിൽ അദ്ദേഹം പിന്നെ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിൽ ആരുമില്ല. വീട്ടിൽ കോളിംഗ് ബെൽ അടിച്ചപ്പോൾ തുറക്കാൻ ആരുമില്ല. പിന്നീടാണ് മനസ്സിലാകുന്നത് ആ ബസ്സിന്റെ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭാര്യ മറ്റൊരുത്തിന്റെ കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ട് എന്ന്. അത് കേട്ട് നിരാശനായിട്ട് കാതർക്ക വീണ്ടും ഗൾഫിലേക്ക് തിരിച്ചു വന്നിട്ട് അവിടുന്ന് കാതർക്ക മരണപ്പെടുന്ന ഒരു കഥയാണ് ഓൻ വയനാട്ടുകാരന എന്ന കഥയിൽ പറയുന്നത്. ഏറ്റവും അവസാനത്തെ ഈ ഉമ്മി മക്തൂം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞേ, ഉമ്മി മക്തൂം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ, പിന്നെ ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥയിൽ വളരെ പ്രസക്തമായ ഒരു കഥയാണിത്. സമൂഹത്തിന്റെ സമുദായത്തിന്റെ ഒക്കെ പേരിൽ ചില സംഗതികളൊക്കെ നടത്തുക, എന്നാൽ അതുകൊണ്ട് ആ സമുദായത്തിനോ ആ സമൂഹത്തിനോ ഒരു ഗുണവും കിട്ടുക. ഈ അടുത്ത ദിവസം നമ്മൾ പത്രങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. സമുദായത്തിന്റെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വാങ്ങിയിട്ട് ആ സമുദായത്തിലെ കുട്ടികൾക്കോ അല്ലെങ്കിൽ സമുദായത്തിലെ ആളുകൾക്കോ ഒരു ഗുണം ചെയ്യാതെ ആ സീറ്റുകൾ മറച്ചു വെക്കുന്നതൊക്കെ വളരെ നികൃഷ്ടമായ ക്രൂരമായ ചില സംഗതികളൊക്കെ. ഇവിടെ പറയുന്നത് ഒരു സാമുദായിക സംഘടനയുടെ യോഗം നടക്കുകയാണ്. അവിടെ ഒരു പ്രസംഗത്തിൽ പറയുന്നത് നമ്മുടെ സമൂഹത്തിന് വേണ്ടി സമുദായത്തെ ഉദ്ധരിക്കണം, സമുദായത്തിന് ചില നന്മകളൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അവരെ വളരെ പിന്നെ ശുഭ്രവസ്ത്രധാരികളായി ഇരിക്കുന്നുണ്ട്. സദസ്സിലുള്ളവരും വേദിയിലുള്ളവരൊക്കെ തന്നെ വളരെ ഉന്നതരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭക്ഷണത്തിന്റെ വാസന ഇങ്ങനെ വരുന്നുണ്ട്. ആ ഭക്ഷണത്തിന്റെ വാസന വന്നു തുടങ്ങിയപ്പോഴാണ് ഒരാള് ആ ഹാളിലേക്ക് കയറി വരുന്നത്. അദ്ദേഹം അത്ര നല്ല ഒരു വസ്ത്രം, നല്ല മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിട്ടുള്ളത്, കാണാൻ അത്ര ഒരു ഭംഗിയൊന്നുമില്ല, വിഗതമായ രൂപമാണ്, മെലിഞ്ഞുണങ്ങിയിട്ട് ഒരു പ്രത്യാവസ്ഥയിൽ. ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഈ ആളുകൾക്ക് അത്ര ദഹിക്കുന്നില്ല. അവരിങ്ങനെ അന്വേഷിക്കുകയാണ് ഇയാൾ ആരാണെന്നൊക്കെ. അപ്പോൾ ഈ പിന്നെ വേദിയിലുള്ള ഒരാൾ ഇങ്ങനെ വിളിച്ചിട്ട് ഒരാളെ പറഞ്ഞു വിടും, എന്താണെന്ന് പോയി നോക്ക് ആരാന്ന് ചോദിച്ചപ്പോൾ
അയാൾ വളരെ ക്രൂരമായി, നിങ്ങൾ ആരാന്ന് ചോദിക്കുന്നത്. അദ്ദേഹം പറയാണ് ഞാൻ ഉമ്മി മക്തൂം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഉമ്മി മക്തൂം ആരാണ് എന്ന് കഥാകൃത്ത് ഒരു ചെറിയ കുറിപ്പ് പറയുന്നുണ്ട്. അഥവാ പ്രവാചകന്റെ കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധനം നടത്തുന്ന കാലത്ത് മക്കത്തുണ്ടായിരുന്ന കുറച്ച് പ്രമാണിമാരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചു. അവരുടെ അടുത്ത് ഈ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം പ്രമാണിമാരാണ്, ആ മക്കത്തെ തലമുതിർന്ന ആൾക്കാരാണ്. ആ ഒരു മീറ്റിങ്ങിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്, കണ്ണ് കാണാത്തൊരു മനുഷ്യന്. അയാള് വരുന്നത് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ ആ മനുഷ്യനെ അങ്ങനെ സ്നേഹിക്കുന്നതാണ്, പ്രവാചകന്റെ സഹാബിയാണ്. പക്ഷെ ആ സമയത്ത് അവിടേക്ക് വന്നത് പ്രവാചകന് ഇഷ്ടമായില്ല. പ്രവാചകന്റെ മുഖം ഒന്ന് ചുളിഞ്ഞു. അതിന്റെ പേരിൽ ഖുർആനിൽ ഒരു സൂറത്ത് ഇറങ്ങി. ആ സൂറത്ത് ഇപ്പോഴും ആളുകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംഗതിയെ പശ്ചാത്തലമാക്കിക്കൊണ്ടാണ് ഈ ഉമ്മി മക്തും എന്ന കഥ പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായ ഒരു സംഗതി തന്നെയാണ്. സമുദായ സംഘടനകൾ അല്ലെങ്കിൽ സമുദായ നേതാക്കന്മാര് അവര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ്, ഈ സമുദായത്തിന് വേണ്ടി തന്നെയാണോ എന്ന് ഓരോ സമുദായ നേതാവും അല്ലെങ്കിൽ ഓരോ സമുദായ സംഘടനാ പ്രവർത്തകനും ആലോചിക്കേണ്ടതുണ്ട് എന്ന് ഉമ്മി മക്തും എന്ന കഥയിലൂടെ അനസ് മാള നമ്മൾ പറയുന്നുണ്ട്. ഈ 13 കഥകളുണ്ട്. 13 ജീവിതഗന്ധിയായ കഥകളാണ്. കഥ എഴുത്ത് ഒരു കഥ എന്നുള്ള രീതിയിൽ അതിന്റെ അവതരണത്തിൽ അനസ് പൂർണ്ണമായും വിജയിച്ചോ എന്ന് ചോദിച്ചാൽ ഞാനത് അങ്ങനെ ഒരു സമ്മതം കൊടുക്കുന്നില്ല. എന്നാൽ ജീവിതം ഉണ്ട് ഓരോ കഥയിലും എന്നുള്ളത് കൊണ്ട് തന്നെ വായിച്ചു പോകാവുന്ന ഒരു 13 കഥകളാണ് മറിയം എന്ന പെണ്ണാട്.